ദേശീയ രാഷ്ട്രീയത്തിൽ കൂറുമാറ്റങ്ങളുടെയും പിളർപ്പിന്റെയും മറ്റൊരു അധ്യായം കൂടി തുറക്കുകയാണ്. ഇത്തവണ NCP ശരത് പവാർ വിഭാഗത്തെ പിളർത്തിക്കൊണ്ട് ഒരു വിഭാഗം MP-മാരെ NDAയിലേക്ക് ചേർക്കുന്ന പരിപാടിക്കാണ് അമിത്ഷാ ആസൂത്രണം ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ പലതരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റേണ്ടി വരും. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ തന്നെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ ഭൂരിപക്ഷത്തിനായി പാർട്ടികളിൽ നിന്ന് MP-മാരെ അടർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ അവർ അടർന്ന് മാറുന്ന ആ പതിവ് കാഴ്ച ഇക്കുറിയും തുടരുകയാണ്. തൃണമൂലിൽ തുടങ്ങി ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെത്തി, നേരത്തെ സമാജ്വാദി പാർട്ടിയിലേക്ക് ഇനി എത്തും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി എത്തിയത് NCP നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ വിഭാഗത്തിലേക്കാണ്. അല്ലെങ്കിൽ തന്നെ NCPയിൽ പിളർപ്പിൻ്റെ ഒരു വക്കിൽ നിൽക്കുകയാണ് പാർട്ടി. കേരളത്തിലടക്കം വലിയ പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ട്. പാർട്ടിയുടെ 8 ലോക്സഭാംഗങ്ങളിൽ 5 പേർ BJP നയിക്കുന്ന NDA മുന്നണിയിലേക്ക് മാറാൻ ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പവാറിന്റെ നേതൃത്വത്തിൽ ഉള്ള പാർട്ടി അഭ്യൂഹങ്ങൾ വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. സുനേത്ര പവാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ശിവസേന MP-മാരുടെ കൂറുമാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് ശ്രീകാന്ത് ഷിൻഡെ കൂടുതൽ രാഷ്ട്രീയ മാറ്റങ്ങൾ വരാനിരിക്കുന്നതായി സൂചിപ്പിച്ചു. ഇതൊരു തുടക്കം മാത്രമാണെന്നും പ്രധാന ഭാഗം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂറുമാറ്റ നീക്കങ്ങളെ ചെറുക്കാനും പാർട്ടിയുടെ ഐക്യം നിലനിർത്താനും ശരത് പവാർ നേരത്തെ യോഗം വിളിച്ച് ചേർത്തിരുന്നു. കൂറുമാറ്റ അഭ്യൂഹങ്ങൾക്കിടയിൽ NCP SP വിഭാഗത്തെ കോൺഗ്രസുമായി ലയിപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. സംസ്ഥാനത്തെ വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് NCP നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ശരത് പവാറും അങ്ങനെ തന്നെ. ഈ മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ഇന്ത്യയിൽ ഒന്നാകെ അലയടിക്കും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയി രൂപീകരിച്ച ചെറുപാർട്ടികളെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശരത് പവാർ മുൻകൈ എടുക്കണം എന്ന നിർദ്ദേശവുമായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് ആശയങ്ങൾ പിന്തുടരുന്നവർ ഒത്തുചേരുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും ഇതിന് ശരത് പവാർ നേതൃത്വം നൽകണമെന്നുമായിരുന്നു ഉദ്ധവ് താക്കറെയുടെ അഭിപ്രായം. പക്ഷേ ഇത്തരം നീക്കങ്ങളെയൊക്കെ തന്നെ ചെറുത്തുകൊണ്ട് ഭരണത്തിലേക്ക്, ഭരണ കക്ഷികളിലേക്ക്, NDAയിലേക്ക്, BJPയിലേക്ക് വിവിധ പാർട്ടികളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ടുവരുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. നമ്മളിതിനെ തന്ത്രമല്ല, ഇത്തരത്തിൽ മറ്റ് ചെറു പാർട്ടികളിൽ നിന്ന് ആളുകൾ സ്വമേധയാ BJPയിലേക്കോ NDAയിലേക്കോ പോവുകയല്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇത് രാഷ്ട്രീയ തന്ത്രമാണ്. ഇവിടെ വിജയിക്കണമെങ്കിൽ തന്ത്രങ്ങൾ പയറ്റിയേ പറ്റൂ. അതിനുള്ള സാങ്കേതികതയും അതിനുള്ള ഒരു ആൾബലവും ഊർജവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പാർട്ടിക്കുണ്ട്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. അതിൻ്റെ അലയൊലികളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ CPM ശക്തമായിരുന്നു എങ്കിൽ CPMൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട്, CPM വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് NDAയിലേക്ക് കൊണ്ടുപോകുന്ന ആ കാഴ്ചയും നമുക്ക് കാണേണ്ടി വരുമായിരുന്നു. അവർ ഒരിടത്തും ഇല്ലാത്തത് കൊണ്ടും ശക്തരല്ലാത്തത് കൊണ്ടും അവരിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അമിത്ഷായുടെ കൃത്യമായ പ്ലാനിംഗ് ആണ്. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും വ്യക്തമായ ഭൂരിപക്ഷം നേടി കേന്ദ്ര സർക്കാരിൻ്റെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വരും തെരഞ്ഞെടുപ്പുകളിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ വ്യക്തമായ ആധിപത്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അമിത്ഷാ മുമ്പോട്ട് പോകുന്നത്. രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് അമിത്ഷായെ കടത്തിവെട്ടാൻ ആരുമില്ല എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തന്ത്രങ്ങളാണ് ഇത്രയും കാലം മോദി സർക്കാരിനെയും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയും ഒക്കെ തന്നെ മുമ്പോട്ട് നയിച്ചത്. അത് പല രീതിയിൽ, പല തരത്തിൽ, പല തലത്തിൽ തുടരും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ശരത് പവാറിനെയും വെട്ടിമുറിക്കുന്നു, പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 8 MP-മാരിൽ 6 MP-മാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ശരത് പവാർ NCP വിഭാഗം വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള കാര്യമാണ്. അവർക്ക് രാഷ്ട്രീയമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യക്തമാവുകയാണ്.